നമ്മളോടൊപ്പം ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തോട് ഇതേ അവസ്ഥ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, ഇപ്പോൾ താങ്കളുടെ ബന്ധുക്കളെ തേടിയാണല്ലോ ഇവിടെ എത്തിയത്? അതെ 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 അവരെവിടെയായിരുന്നു താമസിച്ചത്? അവർ ആ സ്കൂൾ റോഡിനായിരുന്നു താമസിച്ചിരുന്നത്, ചൂരൽമല സ്കൂൾ റോഡിന്. പിന്നെ അവിടെ ഇപ്പോൾ 5 പേരെ കാണാതായിട്ടുണ്ട്. ഒരാളെ മൃതദേഹം കിട്ടി, ബാക്കിയുള്ള ആളുകളെ കിട്ടാനുണ്ട്. ചൂരൽമല സ്കൂളിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്? സ്കൂൾ റോഡിന് മുകളിലേക്കുള്ള കയറ്റത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആരൊക്കെയായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്? അത് എൻ്റെ മോളെ കല്യാണം കഴിച്ച അവരെ ഫാമിലിയായിരുന്നു മൊത്തം പോയിരുന്നത്. ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ക്യാമ്പുകളിലോ അല്ലെങ്കിൽ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിലോ ആളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ മുതൽ മിനിഞ്ഞാന്നും ആയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ ഐഡൻറ്റിഫിക്കേഷൻ ഒന്നും നടന്നിട്ടില്ല, ശരിക്കും മര്യാദ നടന്നിട്ട്. ഇനിയിപ്പം എന്താണ് എന്നതിനെപ്പറ്റി ഒരു വ്യക്തതയില്ല അല്ലേ? ഒരു വ്യക്തതയും കാണുന്നില്ല. ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്ന് കുറേ മൃതദേഹങ്ങൾ വരുന്നുണ്ട്, അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. ഇവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി ആളുകളുണ്ട് ഇവിടെ. അവർ ഈ സമാന രീതിയിൽ ഈ ഒരു ദുരന്തം വലിയ രീതിയിൽ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക്